ഖുർആൻ ക്വിസ് സൂറ അൽ-ദാരിയാത്ത് ഭാഗം 14. സുൽത്താൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? തെളിവ്, പ്രമാണം. ഖുർആനിൽ കൂടുതൽ തവണ പേര് പറഞ്ഞ പ്രവാചകനാര്? മൂസാ നബി അലൈഹിസ്സലാം. എത്ര ദൃഷ്ടാന്തങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയത്? 9. وَلَقَدْ آتَيْنَا مُوسَى 9 آيَاتٍ بَيِّنَاتٍ. ആയത്തിൻ്റെ അർത്ഥമെന്ത്? മൂസാക്ക് നാം പ്രത്യക്ഷത്തിൽ കാണാവുന്ന 9 തെളിവുകൾ നൽകി. മൂസാ നബിക്ക് നൽകിയ ദൃഷ്ടാന്തങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞത് ഏതാണ്? കയ്യിലുള്ള വടി നിലത്തിടുന്നതോടെ പാമ്പാകുന്ന ദൃഷ്ടാന്തം. فَأَلْقَى مُوسَى عَصَاهُ فَإِذَا هِيَ تَلْقَفُ مَا يَأْفِكُونَ. ആയത്തിൻ്റെ അർത്ഥമെന്ത്? പിന്നെ മൂസ തൻ്റെ വടി നിലത്തിട്ടു. ഉടനെ അത് അവരുടെ വ്യാജനിർമ്മിതികളെയൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. وَأَدْخِلْ يَدَكَ فِي جَيْبِكَ تَخْرُجُ بَيْضَاءَ من غير سوء في 9 آيات إلى فرعون وقومه إنهم كانوا قوما فاسقين. ആയത്തിൻ്റെ അർത്ഥമെന്ത്? നീ നിന്റെ കൈ കുപ്പായത്തിൻ്റെ മാറിനുള്ളിൽ തിരുകി വെക്കുക. എന്നാൽ ന്യൂനതയെ ഒട്ടുമില്ലാത്ത വിധം തിളക്കമുള്ളതായി അത് പുറത്തു വരും. ഫിർഔനിൻ്റെയും അവൻ്റെ ജനതയുടെയും അടുക്കലേക്കുള്ള 9 ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണിവ. തീർച്ചയായും അവർ തെമ്മാടികളായ ജനമാണ്. وَلَقَدْ أَخَذْنَا آلَ فِرْعَوْنَ بِسِنِينَ وَنَقْصٍ مِّنَ الثَّمَرَاتِ لَعَلَّهُمْ يَذَّكَّرُونَ. ആയത്തിൻ്റെ അർത്ഥമെന്ത്? ഫിർഔന്റെ ആൾക്കാരെ കൊല്ലങ്ങളോളം നാം ക്ഷാമത്തിലും വിളക്കമ്മിയിലും അകപ്പെടുത്തി. അവർ ബോധവാന്മാരാകുമോ എന്ന് നോക്കാൻ. فَأَرْسَلْنَا عَلَيْهِمُ الطُّوفَانَ وَالْجَرَادَ وَالْقُمَّلَ وَالضَّفَادِعَ وَالدَّمَ آيَاتٍ مُفَصَّلَاتٍ فَاسْتَكْبَرُوا وَكَانُوا قَوْمًا مُجْرِمِينَ. ആയത്തിൻ്റെ അർത്ഥമെന്ത്? അപ്പോൾ നാം അവരുടെ നേരെ വെള്ളപ്പൊക്കം, വെട്ടുകിളി, കീടങ്ങൾ, തവളകൾ, രക്തം എന്നീ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അയച്ചു. എന്നിട്ടും അവർ അഹങ്കരിക്കുകയാണുണ്ടായത്. കുറ്റവാളികളായ ജനമായിരുന്നു അവർ. മൂസ ഫിർഔൻ ചരിത്രത്തിലൂടെ ലഭിക്കുന്ന പാഠങ്ങൾ എന്തെല്ലാം? സത്യപ്രബോധകർക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനകളും തന്ത്രങ്ങളും പരാജയപ്പെടും. സത്യനിഷേധികളുടെ ശക്തി കണ്ട് ഭയപ്പെട്ടു പോകരുത്. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ കാലതാമസമുണ്ടാകുമ്പോൾ
നിരാശ ഉണ്ടാകരുത്. സുൽത്താനിൻ മുബീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൂസാ നബി അലൈഹിസ്സലാം ആകാശഭൂമികളുടെ സൃഷ്ടാവിങ്കൽ നിന്ന് നിയുക്തനായിട്ടാണ് എത്തിയിരിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഫതവല്ല എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? അപ്പോൾ അവൻ പിന്തിരിഞ്ഞു. ബിറുക്നിഹി എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? തൻ്റെ കഴിവിൽ ഗർവ് നടിച്ചു. സാഹിർ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ജാലവിദ്യക്കാരൻ. മജ്നൂൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ഭ്രാന്തൻ. സൂറ അൽ-ദാരിയാത്തിൽ ജാലവിദ്യക്കാരനും ഭ്രാന്തനുമെന്ന് നിഷേധികൾ ആക്ഷേപിക്കുന്നത് ആരെക്കുറിച്ചാണ്? മൂസാ നബി അലൈഹിസ്സലാമയെക്കുറിച്ച്. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സത്യം അവർക്ക് വന്നെത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യക്തമായ മായാജാലം തന്നെ, തീർച്ച. മൂസ പറഞ്ഞു, സത്യം നിങ്ങൾക്ക് വന്നെത്തിയപ്പോൾ അതേപ്പറ്റിയാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഇത് മായാജാലമാണെന്നോ? മായാജാലക്കാർ ഒരിക്കലും വിജയിക്കുകയില്ല. ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത്? സൂറ യൂനുസ് 76-77. قال الكافرون إن هذا لساحر مبين. ഇയാൾ വ്യക്തമായും ഒരു മായാജാലക്കാരൻ തന്നെ. സൂറ യൂനുസ് 2-ാമത്തെ ആയത്തിൽ പറയുന്ന ഈ മായാജാലക്കാരൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുനൂദ് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? സൈന്യം. ഫനബദ്നാഹും എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? പിന്നെ നാം അവരെ എറിഞ്ഞു. ഫിൽ യമ്മി എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? കടലിൽ. മുലീം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ആക്ഷേപാർഹൻ. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ആയത്തിൻ്റെ അർത്ഥമെന്ത്? ഫിർഔൻ നാട്ടിൽ അഹങ്കരിച്ചു നടന്നു. അന്നാട്ടുകാരെ വിവിധ വിഭാഗങ്ങളാക്കി. അവരിലൊരു വിഭാഗത്തെ പറ്റെ ദുർബലമാക്കി. അവരിലെ ആൺകുട്ടികളെ അറുകൊല ചെയ്തു. പെൺമക്കളെ ജീവിക്കാൻ വിട്ടു. അവൻ നാശകാരികളിൽ പെട്ടവനായിരുന്നു, തീർച്ച. فما بكت عليهم السماء والأرض وما كانوا منظرين. ആയത്തിൻ്റെ അർത്ഥമെന്ത്? അപ്പോൾ അവർക്കു വേണ്ടി ആകാശമോ ഭൂമിയോ കണ്ണീർ വാർത്തില്ല. അവർക്കൊട്ടും അവസരം നൽകിയതുമില്ല.